തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി അധികം സമയം ബാക്കിയില്ല. അടുത്ത മാസം തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് മതേതര കേരളം ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വിഷയം UDFിൻ്റെ മതമൗലികവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി, SDPI ഈ രണ്ട് സംഘടനകളുമായി ചേർന്ന് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് UDF. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരസ്യമായ ധാരണയില്ലെന്ന് പറയുമ്പോൾ പോലും രഹസ്യമായ ധാരണ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ കുറേ കാലമായിട്ട് 2019 മുതൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി UDFിനൊപ്പമാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും നമുക്കൊരു നിഷ്കളങ്ക സംഘടനയായിട്ടൊന്നും കാണാൻ സാധിക്കില്ല. ഇപ്പം VD സതീശൻ വലിയ മതേതരവാദിയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അദ്ദേഹം എപ്പോഴും ഫാസിസത്തിനെതിരെയും ഹിന്ദുത്വത്തിനെതിരെയൊക്കെ പരാമർശിക്കാറും പ്രസംഗിക്കാറും ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ അദ്ദേഹം വെള്ളപൂശി. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ പഴയ വീര്യമൊന്നുമില്ല. അവർ വളരെ നല്ല പിള്ളകളായി മാറി. അവരിപ്പോൾ മതരാഷ്ട്രവാദമൊന്നും ഉന്നയിക്കുന്നില്ല എന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതായത് സതീശൻ്റെ ഒരു ക്ലീൻ ചിറ്റ് കിട്ടി ജമാഅത്തെ ഇസ്ലാമിക്ക് എന്നുള്ളത്. അതുവഴി ജമാഅത്തെ ഇസ്ലാമി ഒരു അവിഭാജ്യ ഘടകമാണ് ഇപ്പോൾ UDFിൻ്റേതെന്നുള്ളത് മനസ്സിലാക്കാനും എല്ലാവർക്കും സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന സംഘടന ഇപ്പോഴും മൗലാന മൗദൂദി എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റിനെ തന്നെയാണ് പിന്തുടരുന്നത്.